ഞാനൊന്നും കുഞ്ഞിനോട് പറഞ്ഞിട്ടുമില്ല, കുഞ്ഞൊന്നും കേട്ടിട്ടുമില്ല. മനസ്സിലായോ? അൽഫോൻസെ, മടുത്തു ചേർന്നിട്ട് കല്യാണാലോചനയാണോ? കൊള്ളാലോ. അഗ്നിശുദ്ധി ചെയ്തെടുക്കപ്പെട്ട പവിത്രമായ കന്യാത്വവും ശോധനകൾ കൊണ്ട് സമ്പൂജ്യമാക്കപ്പെട്ട ദൈവവിളിയും വീണ്ടും പരീക്ഷണ വിധേയങ്ങളാവുകയായിരുന്നു. മദറേ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ. ഞാനെല്ലാം അറിഞ്ഞു. നിന്നെ വിളിച്ചവൻ നിന്റെ കൂടെയുണ്ട്. ധൈര്യമായിട്ട് മുമ്പോട്ട് പോയിക്കൊള്ളുക. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കില്ല. തിരുസക്രാരിക്ക് മുന്നിൽ നിന്ന് അവൾ തന്റെ മണവാളനുമായി ഹൃദയദുഃഖങ്ങൾ പങ്കുവച്ചു. നാഥ, ജീവൻ ബലി ചെയ്യേണ്ടി വന്നാലും ഞാൻ നിന്നെ വിട്ടുപോവില്ല. എന്റെ പൊന്നീശോയെ, നിനക്കിഷ്ടമില്ലാത്തതൊന്നും എനിക്ക് വേണ്ട. എന്റെ ആത്മനാഥ, എന്നെ നിന്റെ ഹൃദയത്തിനിണങ്ങിയവളാക്കണമേ. നിത്യസൂര്യനായ നിന്നോടുള്ള സ്നേഹത്തിൽ എരിയിച്ച് എന്നെ നിന്നോട് ഒന്നിപ്പിക്കണമേ. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നൽകാതിരിക്കുമോ? വചനം മാംസമായവനെ അവൾ മുറുകെ പിടിച്ചു. മടത്തിലേ കഴിഞ്ഞ് ഞാൻ എത്ര നാൾ കണ്ടു, ഒത്തിരി നാൾ വന്നു അവിടെയൊക്കെ. അവധിക്ക് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന ഒരു ദിവസം, കല്യാണം വേണ്ട, ആ കാര്യം മാത്രം എന്നോട് പറയാതിതോ, മിണ്ടണ്ട, കാര്യം മിണ്ടണ്ട, എത്ര പറഞ്ഞാലും സമ്മതിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിരിക്കുന്ന പറഞ്ഞാൽ മതി എനിക്കത്. അത് അവൾ ദൈവത്തിന് ഞാൻ കണ്ടിരിക്കുന്നത്. ദേ, നിന്റെ പെറ്റമ്മയില്ലെങ്കിലും അവൾ നിന്റെ അമ്മ തന്നെയാ. മാതാപിതാ ഗുരുദൈവമെന്നാ. മാതാപിതാക്കളെ, പ്രത്യേകിച്ച് അമ്മമാരെ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന അത്ര നല്ലതല്ല. അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ കരയിപ്പിക്കല്ലേ ലക്ഷ്മിക്കുട്ടിയെ. ഞാനെന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എന്റെ പേരമ്മ എനിക്ക് നന്നായി അറിയാം. ഊണിലെ ഉറക്കത്തിലെ എന്നെക്കുറിച്ചാ ചിന്ത മുഴുവൻ. ഞാൻ ഭാഗ്യവതി ലക്ഷ്മിക്കുട്ടി. എന്റെ സ്വന്തം അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുമായിരുന്നോന്ന് എനിക്ക് സംശയമാ. എനിക്കറിയാം, പേരമ്മയ്ക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ് എന്റെ തീരുമാനമെന്ന്. കല്യാണം എന്ന് വെച്ചാ അത്ര മോശ? ഒരിക്കലുമല്ല. ഏറ്റവും വലിയ ദൈവവിളിയും ത്യാഗപൂർണവുമാണ് വിവാഹ ജീവിതം. അതുപോലെ തന്നെയാണ് സന്യാസ ജീവിതവും. ഞാൻ ഈ ലോകത്തിനു വേണ്ടി ത്യാഗം ചെയ്യേണ്ടിയിരിക്കുന്നു. ബലിയാകണം എനിക്ക്. ബലിയോ? ലോകത്തിനു വേണ്ടി ബലിയാണോന്നോ? എന്ത് കാര്യത്തിന്? ലോകത്തിന്റെ പാട്ടിന് പോട്ടെ. നീ നിന്റെ ജീവിതം എന്തിനു തളയ്ക്കുന്നേ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. യേശുദേവൻ കുരിശിൽ മരിച്ചത് എനിക്കും നിനക്കും വേണ്ടിയാണ്. ആ സഹനമാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്. ആ സ്നേഹത്തിൽ ലയിച്ചുകൊണ്ട് അവിടത്തോട് ചേർന്നുകൊണ്ടുള്ളൊരു സഹന ജീവിതം. സഹനം നീ ചോദിച്ചു വാങ്ങാൻ പോവാ? നിനക്ക് മനസ്സിലായി തുടങ്ങി. എന്റെ പെണ്ണെ, നീ നിലം തൊടൂല. ഒന്നിനു പിറകെ ഒന്നായി നീ പീഡിപ്പിക്കപ്പെടും. മറ്റുള്ളവരുടെ രോഗങ്ങളും ദുഃഖങ്ങളും മുഴുവനും നിനക്ക് കിട്ടും. ഞാനത് സഹിക്കും. അങ്ങനെ ഒരുപാട് പേര് രക്ഷപ്പെടും. എനിക്ക് വേണ്ടി എനിക്ക് ജീവിക്കണ്ട. എന്റെ യേശു അനുഭവിച്ച പീഡകളും പരിശുദ്ധയായ അമ്മ അനുഭവിച്ച അപമാനങ്ങളും വേദനകളും വെച്ച് നോക്കുമ്പോൾ ഈ ഭൂമിയിലെ വേദന എത്ര നിസാരം. സന്തോഷമാണ് എനിക്ക്. എന്റെ നിസാരത ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ മുമ്പിൽ ഞാനൊരു പുൽക്കൊടി മാത്രം. എൻ്റെ കുട്ടി ഇഷ്ടം എന്തെങ്കിലും ചെയ്തോളാം ഞാൻ പറഞ്ഞോളൂ. അവൾ പറഞ്ഞ് കല്യാണം മാത്രം പറയരുത്, ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം, എന്നോടത് മാത്രം പറയരുതെന്ന് പറഞ്ഞു. നിൻ്റെ ഇഷ്ടം, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, തള്ള പറയാനുള്ളത് പറഞ്ഞു, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവൾ പുണ്യവതിയായത്. അവൾ പുണ്യവതി എന്ന് പറഞ്ഞാൽ പരമാനന്ദ പുണ്യവതി തന്നെയായിരുന്നു. അവൾ ഉത്തമയായ പെൺകുട്ടിയായിരുന്നു. ലോകദൃഷ്ടിയിൽ വിലപ്പെട്ടതോ പ്രശംസനീയമോ ആയ നേട്ടങ്ങളൊന്നും കൈവരിക്കാതെ
ഫ്രാൻസിസ്കൻ ക്ലാരസ്റ്റ് കോൺവെന്റിൽ നിത്യരോഗിണിയായി അജ്ഞാതയായി കഴിഞ്ഞ അൽഫോൻസാമ്മ ഇന്ന് സർവ്വലോകത്തിൻ്റെയും ശ്രദ്ധയ്ക്കും സ്നേഹാദരവുകൾക്കും പാത്രീഭൂതയായിരിക്കുകയാണ്. ജീവിതകാലത്ത് വൻകാര്യങ്ങളൊക്കെ നിർവഹിച്ച് പേരും പെരുമയും ആവോളം ആർജിച്ച പ്രതിഭാശാലികൾ പോലും മരണത്തോടെ വിസ്മൃതരായി പോയിട്ടുള്ളതും നമുക്കറിയാം. എന്നാൽ അൽഫോൻസാമ്മ എന്ന വിനീത കന്യകയുടെ ജീവിതത്തിൻ്റെ മൂല്യവും മഹത്വവും ലോകം മനസ്സിലാക്കുന്നത് അവളുടെ മരണശേഷമാണ്. ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യം അതിൻ്റെ തികവിലും നിറവിലും സ്വജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ച് സ്വയം മറന്ന് മറ്റുള്ളവരെ സ്നേഹിച്ചും സേവിച്ചും ജീവിതം ധന്യമാക്കിയ അൽഫോൻസാമ്മയുടെ ജീവിതം സന്യാസ ജീവിതത്തിന്റെ പ്രാധാന്യത്തെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അൽഫോൻസായുടെ ചിരകാലാഭിലാഷം പൂർത്തിയാകുന്ന നിമിഷങ്ങൾ. അൽഫോൻസായും വേറെ 7 കന്യകകളും സഭാവസ്ത്രം സ്വീകരിക്കുന്ന മഹനീയ മുഹൂർത്തത്തിനു വേണ്ടി ഒരുങ്ങുകയായി. നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങിയാണ് സഭാവസ്ത്ര സ്വീകരണത്തിന് അർത്ഥിനികൾ തയ്യാറാകുന്നത്. പാടാ മോനെ വേഗം. എന്തിനാ ത്രേസ്യേ നീ മകനും കൂടി ഇന്നിങ്ങോട്ട് വന്നത്? എന്റെ ഇളയമ്മേ ഒരുപാട് ആഗ്രഹിച്ചു പോയി. ഇത് അവൾക്ക് വേണ്ടി പണിയിച്ച ആഭരണങ്ങളാ. ഇനി എന്റെ മോനിത് വേണ്ട. ഇത് അന്നക്കുട്ടിക്ക് കൊടുത്തേരെ. ഇതിട്ട നല്ല ശേലായിരിക്കും അന്നക്കുട്ടിനെ കാണാൻ. ആ എന്തായാലും വാ. നീ ഇതെവിടെ പോകുന്നു? വരണ്ടല്ലേ? അവിടെ നില്ല്. അൽഫോൻസെ കണ്ട സമ്മാനം തരാൻ വന്നതാ. ഒരു മോളെ പോലെ അൽഫോൻസ് എനിക്ക്. ഈ മാല മോൾ അണിയണം. ഇതെന്റെ സമ്മാനമാണ്. എന്റെ പേരമ്മ എല്ലാം ഒരുക്കി വെച്ചിരുന്നു. പേരമ്മയുടെ പെട്ടെന്നുണ്ടായ മരണം അൽഫോൻസായെ തളർത്തിയിരുന്നു. പേരമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അൽഫോൻസായെ ഈ സന്തോഷവേളയിൽ ദുഃഖപൂരിതയാക്കി. ഈ നല്ല ദിവസം ഇങ്ങനെ കരയരുത്. പേരമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വേണ്ടത്. പോയവര് പോയി. കണ്ടോ അമ്മയുടെ സ്ഥാനത്ത് തമ്പുരാൻ എന്നെ വിട്ടത്. മോളിത് സ്വീകരിക്കണം. ഉർശുലാമേ, കാളാശ്ശേരി പിതാവ് എത്തി. വേഗം ഇറങ്ങുക. ബെന്യാമേ, എന്റെ സഭാവസ്ത്ര സ്വീകരണം കഴിഞ്ഞാലുടൻ ഈ മാല അവർക്ക് തിരിച്ചു കൊടുത്തേക്കുമല്ലോ അല്ലേ? അതല്ലേ അതിന്റെ ശരി? തെറ്റാണോ ഞാൻ പറഞ്ഞത്? അൽഫോൻസ പറഞ്ഞതാ എന്റെ ശരി. എടാ പൊട്ട, എഴുന്നേരടാ. എത്ര പേരാമേ, എന്ത് ചേല എല്ലാരെയും കാണാൻ. അല്ലേ ഒന്ന് ചുമ്മാ ഇരിയടാ. കൂടത്തില്ല.